ഇടതുപക്ഷം കേന്ദ്രത്തോട് ശക്തമായി പോരാടിയിട്ട് നേടിയെടുക്കുക. കെ ശൈലജ ടീച്ചറുടെ ദൃശ്യങ്ങളാണ്. കെ ശൈലജ ടീച്ചർ LDFന്റെ മധ്യമേഖല ജാഥയിലെ അംഗമാണ്. ജാഥ പോകുന്ന വഴിക്കാണ് തൊഴിലുറപ്പ് തൊഴിലാളികളെ കാണുന്നത്. അവിടെ ഇറങ്ങി അവരോട് കുറച്ച് കുശലം ചോദിക്കുന്നു. എന്താണ് തൊഴിലുറപ്പ്, എങ്ങനെയാണ് തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് എന്ന് വിശദീകരിച്ചു കൊടുക്കുന്നു. ശൈലജ ടീച്ചർ സ്വതസിദ്ധമായ ശൈലിയിലാണ് സംസാരിക്കുന്നത്, ആരുടെയും ഹൃദയം തൊടുന്ന വിധത്തിൽ. കേൾക്കാം ശൈലജ ടീച്ചറുടെ വാക്കുകൾ. തൊഴിലാളിയാണോ? എത്ര വയസ്സായി? ഒത്തിരി വയസ്സുണ്ട്. നമ്മുടെ പദ്ധതിയുടെ പേരെന്താ? മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഇത് ഇടതുപക്ഷം കേന്ദ്രത്തോട് ശക്തമായി പോരാടിയിട്ട് നേടിയെടുക്കുക. പണ്ട് UPA ഗവൺമെന്റിന്റെ കാലത്ത് അന്ന് നമുക്ക് 60 MP പാർലമെന്റിൽ. ഇടതുപക്ഷത്തിന് കൂടുതൽ സീറ്റ് കിട്ടിയാലുള്ള ഗുണമാണ് തൊഴിലുറപ്പ് പദ്ധതി. നമ്മൾ പറഞ്ഞു BJP വരാതിരിക്കാൻ നിങ്ങൾക്ക് പിന്തുണ തരാം, പക്ഷേ ഒരു കരാറുണ്ട്, ഞങ്ങൾ പറയുന്ന 1-2 കാര്യങ്ങൾ നടപ്പിലാക്കണം നിർബന്ധമായിട്ടും, അല്ലേ? അപ്പോൾ അവര് പറഞ്ഞു പിന്തുണ തന്നാൽ നിങ്ങൾ പറയുന്നത് ചെയ്യാന്ന് പറഞ്ഞു. അതിൽ നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യ രാജ്യത്ത് ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും തൊഴിൽ ഗവൺമെന്റ് നൽകണം, കൂലി നൽകണം. തൊഴിലെടുക്കാൻ നമ്മൾ തയ്യാറല്ലേ? പണിയെടുത്തിട്ട് കാശുണ്ടാക്കി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളല്ലേ? പണിയെടുക്കാതെ ആരെങ്കിലും പൈസ തന്നിട്ട് ജീവിക്കണം നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞോ? ഇല്ല. എല്ലാരും സന്നദ്ധരാ തൊഴിലെടുക്കാൻ. രാജ്യത്തെ ഗവൺമെന്റാണ് നമ്മളെ സഹായിക്കേണ്ടത്. അപ്പൊ നമ്മൾ നിർബന്ധം പിടിച്ചപ്പോ 50 ജില്ലയിൽ തുടങ്ങാന്ന് പറഞ്ഞു. രാജ്യത്ത് 50 ജില്ലയിൽ തുടങ്ങിയ കേരളത്തിന് ഒരു ജില്ലയിൽ പോലും കിട്ടില്ല. പിന്നെയും നമ്മള് അതിശക്തമായി അല്ലെങ്കിൽ ഞങ്ങൾ പിന്തുണ പിൻവലിക്കുമെന്ന് പറഞ്ഞു, അല്ലെ? BJP വരാതിരിക്കാൻ. ഓണത്തിന് ഒരു പ്രത്യേക അലവൻസ് വേറെ ഒരു സംസ്ഥാനവും കൊടുക്കുന്നില്ല. കേരളത്തിൽ LDF ഉള്ളതുകൊണ്ട്, ഇടതുപക്ഷം ഉള്ളതുകൊണ്ടാണ്. ഇനി തൊഴിലുറപ്പിന്റെ മാത്രമല്ല, 2000 രൂപയാക്കി നമ്മുടെ പെൻഷൻ, ഇല്ലേ? പിന്നെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ, വേറെ പെൻഷനൊന്നും കിട്ടാത്ത 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ളവർക്ക് 1000 ഉറുപ്പിക കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പൊ BPL കാർഡുള്ള വീട്ടിലെ സ്ത്രീക്ക് അത് കിട്ടും, വേറെ പെൻഷനൊന്നും കിട്ടാത്തവർക്ക്. ജാതിക്കാരെയൊക്കെ മാറ്റി നിർത്തി ഉയർന്ന താഴ്ന്നെന്ന് പറഞ്ഞ് ജാതിപരമായിട്ടുള്ള വേർതിരിവുണ്ടാക്കുന്നവരാണ് അവര്. മതപരമായ ലഹള ഉണ്ടാക്കുന്നവരാണ്. നമുക്ക് സമാധാനമാണ് വലുത്. അതുകൊണ്ട് BJP വന്നാൽ കുഴപ്പം. ജാതി വ്യവസ്ഥ ഉണ്ടാക്കുക എന്നുള്ള മാത്രമല്ല, നമ്മുടെ നാടിന്റെ സമ്പത്ത് വലിയ സമ്പന്നർക്ക് ഊറ്റി കൊടുത്തിട്ട് പാവപ്പെട്ടവർക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യവും ഇല്ലാണ്ടാക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റിന് തരേണ്ടുന്ന കാശ് തരുന്നില്ല. നമ്മുടെ എല്ലാ നികുതി പണം അങ്ങടാ പോകുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നാലേ ഭരിക്കാൻ പറ്റൂ. അത് ഇന്ത്യന്റെ ഭാഗമല്ലേ നമ്മൾ. അത് തരുന്നില്ല. അതിനുവേണ്ടി നമ്മൾ ലഹള കൂടിയിട്ടാണ് തരുന്നത്. അപ്പൊ അങ്ങനെയുള്ള BJP വന്നാൽ ഉള്ളതൊക്കെ ഇല്ലാതാവും. പിന്നെ പഴയ ജാതി വ്യവസ്ഥയും നമ്മളെ അടിച്ചമർത്തുന്ന അവസ്ഥയും വരും. 65 ഉറുപ്പിക നായനാർ തുടങ്ങിയിട്ട് 2000 ആക്കുമ്പോ ഒരിക്കൽ പോലും കോൺഗ്രസ്സുകാര് ആ തുക വർദ്ധിപ്പിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഇനിയും സമരം ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് ഈ തൊഴിലുറപ്പ് പദ്ധതി നിലനിർത്തണം. കേരള ഗവൺമെന്റ് തൊഴിലാളികളുടെ കൂടെയാണ്. നമ്മൾ ശാഠ്യം പിടിച്ച പൈസ മേടിച്ചെടുത്ത് തൊഴിലുറപ്പ് നിലനിർത്തുന്നതാണ്.